ഞങ്ങൾ എന്നും രാവിലെ ഞങ്ങൾ ഉണരുന്നത് വെളുപ്പിനെ ഞങ്ങളിപ്പം കുറേ നാളായിട്ട് ഉണരുന്നുണ്ടായിരുന്നു. ആ വെളുപ്പിനെ ഉണരുന്നതൊക്കെ നമ്മുടെ മണിക്കുട്ടന് വേണ്ടിയായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ വെളുപ്പിനെ ഞങ്ങൾ ഉണർന്നപ്പോൾ ഞങ്ങളെ വിളിക്കാനായിട്ട് മണിക്കുട്ടൻ കൂട്ടിൽ ചലനമറ്റ് കിടക്കുന്നത് ഞങ്ങൾ കാണുന്നു. ആ വീഡിയോസൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഇന്നലെ ഞങ്ങൾ അവന് കാലിൽ തെറാപ്പി ചെയ്തു. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് തുണിയൊക്കെ വെച്ച് കെട്ടി മുറിവെണ്ണയൊക്കെ തേച്ച് അതിന് മുമ്പേ ചെയ്തായിരുന്നു. അതൊക്കെ അവൻ കുത്തിപ്പറിച്ച് കളഞ്ഞു. പക്ഷേ ഇന്നലത്തെ ഒന്നും അവൻ കുത്തിപ്പറിച്ച് കളഞ്ഞില്ല. അതുകൂടാതെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് പിന്നെ ഗീതാകുറുപ്പെന്ന് പറഞ്ഞ ഒരു ഡോക്ടർ കൊല്ലത്ത് കല്ലുവാതിക്കുള്ളതാണ്, ഹോമിയോ ഡോക്ടറാണ്. മാഡം ഞങ്ങൾക്ക് നമ്പർ അയച്ചു തന്നു. ഞങ്ങൾ ഇന്നലെ മാഡത്തെ അങ്ങോട്ട് വിളിച്ച് എനിക്ക് 2 മരുന്ന് വാട്സപ്പിൽ എഴുതി അയച്ചു തന്നു. ആ മരുന്ന് മേടിച്ച് കൊടുക്കുക, മുറിവൊക്കെ പെട്ടെന്ന് കരിയും. കാലിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞ് ഒരുപാട് സമയം 1.5-3 മണിക്കൂറോളം സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ വിളിച്ചേച്ച് പറഞ്ഞ് ഞാൻ മരുന്ന് വാട്സപ്പിൽ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇന്ന് രാവിലെ പോയി മേടിക്കാനായിട്ട് ഞങ്ങൾ ഇരുന്നതാണ്. പക്ഷേ വേദനയും സങ്കടങ്ങളും ഒന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക് മണിക്കൂട്ടം പറന്നുപോയി. ഇന്നലെ എടുത്ത കുറച്ച് വീഡിയോസ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താം. കൂടുതലായിട്ടൊന്നും പറയാനില്ല, കാരണം രാവിലെ ഞങ്ങൾ ഭയങ്കര സങ്കടത്തിലാണ്. മണിക്കുട്ടൻ ഞങ്ങളെ വിട്ടു പോയി. ഇന്നലെ വൈകിട്ട് അവന് ഭക്ഷണം കൊടുത്തു. രാത്രി ഞങ്ങൾ 9 മണി വരെ അവന് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ഞങ്ങളെ കണ്ട് അവൻ കൂട്ടിലിട്ട് ചിറകൊക്കെ അടിച്ച് ഞങ്ങളെ കാണിച്ചു. അപ്പോൾ രാത്രി ആയതുകൊണ്ട് ഇനി ഇറക്കണ്ടായല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ മണിക്കുട്ടന് ഇനി വേദനകളും ഒന്നുമില്ലാത്ത ലോകത്തേക്ക് പറന്നുപോയി. അവനെ രക്ഷിച്ചോട്ട് വന്ന് എനിക്ക് തന്നെ ഇത് ചെയ്യേണ്ടി വന്നു. എല്ലാവർക്കും ഇതെന്ന് പറഞ്ഞാൽ ഒരു കാക്ക മാത്രമാണ്. പക്ഷേ ഞങ്ങൾക്ക് അവൻ അങ്ങനെയല്ലായിരുന്നു. കാരണം കിലോമീറ്റർ ദൂരത്തുനിന്ന് അവൻ എന്നെ കണ്ട് തിരിച്ചറിഞ്ഞ് ഷോക്കേറ്റിട്ടും അവൻ ഞങ്ങളെ തന്നെ തേടി വീട്ടിലേക്ക് വന്നു. വേറെ എങ്ങോട്ടും അവന് ആ ബോധമില്ലായ്മയിൽ അവൻ എങ്ങോട്ടും പറന്നു പോകാതെ അവൻ ഞങ്ങളെ തന്നെ തേടിയെത്തി. അവന് ഞങ്ങളെ കഴിയുന്ന എല്ലാ രീതിയിലുള്ള ചികിത്സയും ഞങ്ങളവന് നൽകി. പക്ഷേ ഞങ്ങൾക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മരണമായിപ്പോയി അവൻ്റേത്. അപ്പോൾ അവൻ്റെ ഇന്നലെ എടുത്ത വീഡിയോ ഇപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുവാണ്. ഭക്ഷണം കൊടുക്കുക. ഇനിയിപ്പോൾ അവൻ്റെ കാലിൽ തെറാപ്പി ചെയ്യണം. അവൻ്റെ കാലിൽ കോട്ടൺ വെച്ച് ചുറ്റി വെച്ച് അതിൽ മുറിവെണ്ണ ധാര ചെയ്യാൻ വേണ്ടി കൊണ്ടുവച്ചിരിക്കുക. കുഞ്ഞിൻ്റെ ചിറവ് കണ്ടോ? ചിറവ് ഇപ്പോൾ ഒത്തിരി കരിഞ്ഞു ഇങ്ങനെ ഇരിക്കുക. ഇനി അവിടെ എല്ലാം തൂവൽ വരണം. 2 ചിറകിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷെ കാലിൻ്റെ സ്വാധീനം ഇല്ലാത്തതുകൊണ്ട് അവന് നിൽക്കാനൊന്നും പറ്റാത്തത്. അതുകൂടെ ഒന്ന് ശരിയായാൽ മതിയായിരുന്നില്ലേ? അങ്ങനെ പറ്റും. മണിക്കുട്ടൻ്റെ കാല് കണ്ട. ഇപ്പം കാലിന് ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് ചെയ്യാൻ പോവാണ്, തെറാപ്പി ചെയ്യാൻ പോവാം. അപ്പോൾ അതിന് ഡോക്ടർ പറഞ്ഞു കൂടുതൽ മസാജ് ചെയ്യണ്ട, ഇത് കോട്ടൺ ചുറ്റി അതേൽ മുറിവെണ്ണ ധാര ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഒന്ന് ചെയ്തു, അതെല്ലാം അവൻ അങ്ങ് കുത്തിപ്പറിച്ച് കളയുക. അപ്പോൾ ഇനിയിപ്പോൾ രാവിലെ ഒന്നുകൂടെ ചെയ്യാൻ പോവുക. മണിക്കുട്ടോ ഓയ്, എന്താ പറയുന്നു കുഞ്ഞ്? സുഖമാണോ? അവനങ്ങ് പറക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. അങ്ങ് തന്നെത്താനെ ഇട്ടങ്ങ് ചിറകിട്ടങ്ങ് അടിക്കുക അങ്ങ് പറക്കാൻ വേണ്ടിയിട്ട്. അവനാവുന്ന ശ്രമിക്കുക. പക്ഷെ കാലിൻ്റെ സ്വാധീനം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവർ പക്ഷെ വന്ന് പൊങ്ങാൻ പറ്റാത്ത. അതെ, ഞങ്ങൾ മണിക്കുട്ടൻ്റെ കാല് ധാര ചെയ്യാൻ പോവാണേ. അപ്പോൾ അത് ഡോക്ടർ പറഞ്ഞു തന്നു, ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്നലെ ചെയ്തത്. പക്ഷെ ചെയ്തിട്ട് കാര്യമില്ല. അവൻ കുറച്ച് കഴിയുമ്പോൾ അവൻ കുത്തിപ്പറിച്ച് കളയുക. ഡോക്ടർ പറഞ്ഞു നോക്കണ്ട, 5 മിനിറ്റ് ഇരുന്നാൽ 5 മിനിറ്റ് ഇരിക്കട്ടെ, 10 മിനിറ്റ് ഇരുന്നാൽ 10 മിനിറ്റ് ഇരിക്കട്ടെ, എത്ര സമയം ഇരിക്കുന്ന അത്ര സമയം ഇരുന്നോട്ടെ. ചിറകയിലെല്ലാം ഡോക്ടർ പഞ്ഞിയിൽ മരുന്ന് വെച്ചതാണ്. പഞ്ഞി വെച്ചാൽ അതിന് മേളിൽ കൂടെ മരുന്ന് ഒഴിക്കും. അവൻ അതെല്ലാം വീട്ടിൽ വരുമ്പോഴത്തേനെ കുത്തിപ്പറിച്ച് കളയും. ഒട്ടും അനക്കാത്തത് നോക്കണം. അവനിപ്പോൾ ഇതേലും വന്നപ്പോൾ ഇപ്പം കൊത്തു വെക്കാം കേട്ടോ മോനെ. 2 കാലിലും വെക്കണം ഇല്ലേ? എപ്പോഴും ഇങ്ങനെ കിടക്കുന്ന കാരണം ഈ ബാക്ക് ഭാഗമൊക്കെ നനവുള്ളതല്ലേ എപ്പോഴും. അത് കാരണം എപ്പോഴും ഇങ്ങനെ നിരങ്ങി അവിടെ ഇങ്ങനെ നിൽക്കുമല്ലോ. അത് കാരണം മാറിയാൽ മതിയായിരുന്നു. മാക്സിമം നമ്മൾ ശ്രമിക്കും അവനെ ഒന്ന് പറക്കാനും. രക്ഷപ്പെട്ടും, പക്ഷെ അവനെ ഒന്ന് ഇങ്ങനെ പഴയ മണിക്കൂട്ടനാക്കി എടുക്കണം. അവൻ പറന്നു കിടക്കണം. അവനത് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമാണ്.
എല്ലാ വീഡിയോ കാണുന്നവർക്കായാലും എല്ലാവർക്കും അത് ആഗ്രഹം. ഞങ്ങൾക്കറിയാം അത്. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയിട്ടും മണിക്കുട്ടന് വേണ്ടിയിട്ടും ഒരുപാട് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഒക്കെ നമുക്കറിയാം. മോനെ കുട്ടി വെച്ചിരിക്കുമോ കാലം? ഇത് കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ ഒന്ന് ചെയ്തതാണ്. പക്ഷെ അവൻ ഇച്ചിരി നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് മുഴുവനും കളഞ്ഞു. കൊത്തി 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 എല്ലാത്തിനും ഇരുന്ന് തരുന്നുണ്ട് അനങ്ങാതെ. അവനെ വേണ്ട ആദ്യം ശ്രദ്ധിക്കാൻ. എല്ലാവരും ഞങ്ങളെ വിളിക്കുവാണ്ട് അവിടെ കിടന്ന. അല്ലിക്കുട്ടോ വരുവാ കേട്ടോ, കറക്കാം. അകന്ന് വിളിക്കുന്നു കാണാൻ. രണ്ട് കാലയിലും വെച്ച് കെട്ടി കണ്ടോ.